കേസിൽ 20 വർഷം കഠിന തടവാണ് പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. പക്ഷേ വിചാരണ തടവുകാലം ശിക്ഷാ കാലയളവായി കണക്കാക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഴുവൻ പ്രതികൾക്കും 20 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല എന്നതാണ് വ്യക്തമാകുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം പുറത്തിറങ്ങുക കേസിലെ 1-ാം പ്രതിയും ഈ നടിയെ അതിക്രൂരമായി ആക്രമിക്കുകയും ചെയ്ത പൾസർ സുനിയാണ് എന്നതും എടുത്തു പറയണം. 12 വർഷവും 5 മാസവും കഴിഞ്ഞാൽ പൾസർ സുനിക്ക് ഈ ശിക്ഷാ കാലയളവ് കഴിഞ്ഞ് ജയിലിന് പുറത്തേക്ക് വരാൻ കഴിയും. നിലവിൽ 7 വർഷവും 6 മാസവും 29 ദിവസവും പൾസർ സുനി ജയിലിൽ കടന്നിട്ടുണ്ട്. ആ ഇളവ് പൾസർ സുനിക്ക് ലഭിക്കും. 2-ാം പ്രതി മാർട്ടിൻ ആന്റണി 14 വർഷവും 11 മാസവും കഴിഞ്ഞാൽ പുറത്തിറങ്ങും. 5 വർഷവും 21 ദിവസവും ഇതിനോടകം തന്നെ ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. 3-ാം പ്രതിയായ മണികണ്ഠൻ ബി 4 വർഷവും 8 മാസവും 27 ദിവസവും ഇതിനോടകം തന്നെ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 15 വർഷവും 3 മാസവും കഴിഞ്ഞാൽ 3-ാം പ്രതിയായ മണികണ്ഠൻ ബിക്കും ജയിലിന് പുറത്തേക്കിറങ്ങാം. 4-ാം പ്രതിയായ ബിജീഷ് വിപിക്ക് 14 വർഷവും 11 മാസവും ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനി ജയിലിൽ കിടക്കേണ്ടതുള്ളൂ. 5-ാം പ്രതിയായ സലീം എച്ച്, അതായത് വടിവാൾ സലീം എന്നറിയപ്പെടുന്ന പ്രതിക്ക് ആണ് ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടക്കേണ്ടി വരിക. 18 വർഷവും 1 മാസവുമാണ്. കാരണം ഈ കാലയളവിൽ 1 വർഷവും 11 മാസവും മാത്രമേ വടിവാൾ സലീം ജയിലിൽ കിടന്നിട്ടുള്ളൂ. പ്രദീപാണെങ്കിൽ 16 വർഷവും 8 മാസവും ജയിലിൽ കിടക്കണം. അതിനുശേഷം പുറത്തേക്ക് വരാൻ കഴിയും. പിഴത്തുക പ്രതികൾക്ക് ശിക്ഷയെ വിധിച്ചിട്ടുണ്ട്. അത് അടച്ചില്ലെങ്കിൽ ഈ കാലയളവിനോട് കൂടി 1 വർഷം കൂടി അധികമായി ജയിൽ ശിക്ഷ അനുഭവിക്കണം. അതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കേസിലെ 1-ാം പ്രതി പൾസർ സുനി ഈ 6 പ്രതികളിൽ ഏറ്റവും ആദ്യം ജയിലിന് പുറത്തേക്കിറങ്ങുന്ന പ്രതിയായി മാറും. റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.